നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് കർത്താവിന് വീണ്ടും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് വൈ വി നീഡ് ടു ഫാസ്റ്റ്? ഇതൊരു എന്താ പറയുന്നത്, ക്രിസ്തീയ ഉപദേശത്തിലെ ഇപ്പൊ ഒരു കോൺട്രവേഴ്സിയ. റീസൺ, ഈ റോമൻസ് ഓൺവേർഡ്സ് നോക്കുമ്പോൾ ഒരിടത്തും ഫാസ്റ്റിംഗ് എന്നൊരു ഡിസിപ്ലിൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഓൾമോസ്റ്റ് ഓൾ ക്രിസ്ത്യൻ ചർച്ചസ് ലെഫ്റ്റ് ആ ഡിസിപ്ലിൻ ഉപേക്ഷിച്ച് കളഞ്ഞേക്കുക. ദെൻ സി, നമ്മളെ സംബന്ധിച്ച് ദി ട്രൂ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യു ഹാവ് ടു ഗോ ബാക്ക് ടു ഫസ്റ്റ് സെഞ്ചുറി. യു കനോട്ട് ലേൺ ഫ്രം ദി 21st century ക്രിസ്ത്യൻസ്. അത് പഠിക്കാൻ പറ്റത്തില്ല, കാരണം ഇറ്റ്സ് ടോട്ടലി ഗോൺ. അപ്പോൾ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണമാണ് റിയൽ ക്രിസ്ത്യൻ മാഗ്ന കാർട്ട. നമുക്കറിയാം, നിയമം അല്ലെ ഓൾഡ് ടെസ്റ്റാമെന്റ് ന്യൂ ടെസ്റ്റാമെന്റ് തമ്മിലുള്ള ഡിഫറൻസ്. വ്യഭിചാരം ചെയ്യരുതെന്ന് നിങ്ങളോട് കൽപ്പിച്ചിരുന്നു ഓൾഡ് ടെസ്റ്റാമെന്റിലെ 10 Commandmentsൽ വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ചീത്ത ഉദ്ദേശത്തോടു കൂടി സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. കൊല ചെയ്യരുത് എന്ന് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്നാൽ കോപിക്കുന്നവൻ കൊലയാളിയാണ്. അതായത് ന്യൂ ടെസ്റ്റാമെന്റ് ഓൾഡ് ടെസ്റ്റാമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ആൻഡ് അങ്ങനെയാണ് കർത്താവ് ഈ നിയമത്തെ അബോളിഷ് ചെയ്തത്. നിയമരാഹിത്യം പഠിപ്പിച്ചുകൊണ്ടല്ല, ഇറ്റ്സ് എ ബെറ്റർ വേ ഓഫ് സ്റ്റോപ്പിംഗ് അല്ലെങ്കിൽ അബോളിഷിങ് ദി ലോ. അപ്പം കോപിക്കാത്ത ഒരാൾ ഒരിക്കലും മർഡർ ചെയ്യത്തില്ല. അങ്ങനെ കർത്താവ് അബോളിഷ് ചെയ്ത്. അപ്പം ഗിരിപ്രഭാഷണം നമ്മൾ എടുക്കുമ്പോൾ ഗിരിപ്രഭാഷണം എല്ലാം ആണ് കർത്താവിൻ്റെ ഏറ്റവും എന്താ പറയുന്നത് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് ഗിരിപ്രഭാഷണം. തുടങ്ങുന്ന മാത്യു ചാപ്റ്റർ 5 അത് മുഴുവൻ വായിക്കാനല്ല ഞാൻ പറഞ്ഞത്. അപ്പം ഗിരിപ്രഭാഷണം നമുക്കറിയാം 5 to 7 ആണ്. അപ്പം മാത്യു 5 to 7 കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്നത് 24 തുടങ്ങി വായിക്കുമ്പോഴാണ്. എൻ്റെ ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം പാറമേലായിരുന്നു അതിൻ്റെ അടിത്തറ. എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടും അപ്രകാരം പ്രവർത്തിക്കാത്തവൻ മണലിൽ വീട് പണിത ഭോഷന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അപ്പൊ ഇതില് നമ്മളൊരു സ്ട്രോങ്ലി ഫൗണ്ടഡ് ക്രിസ്ത്യൻ ലൈഫ് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നിലനിൽക്കുന്ന പണി, അതായത് നമ്മളെ സംബന്ധിച്ച് വി ഹാവ് ടു ഡൈ ഇൻ ഫെയ്ത്ത്. അല്ലെ 10 വർഷം വിശ്വാസത്തിൽ ജീവിച്ചതുകൊണ്ട് 20 വർഷം ജീവിച്ചുകൊണ്ട് ഒരു ഗുണമില്ല. യു ഹാവ് ടു ഡൈ ഇൻ ഫെയ്ത്ത്. അതാണ് ഹീബ്രൂസ് 11 ആ വിശ്വാസ വീരന്മാർ ലിസ്റ്റിൽ എഴുതിയേക്കുന്ന അവരെല്ലാം they have all died in faith. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇഫ് യു വാണ്ട് ടു ഡൈ ഇൻ ഫെയ്ത്ത്, ദി ഫൗണ്ടേഷൻ മസ്റ്റ് ബി സ്ട്രോങ്. അത് അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്ക് ചാപ്റ്റർ 6 ഈ സെയിം കാര്യം ലൂക്കിൽ എഴുതിയേക്കുമ്പോൾ വീഴാത്ത പണി, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറെ വിശ്വാസികൾ വീഴുന്നു, കുറെ വിശ്വാസികൾ വീഴുന്നില്ല. ദ റീസൺ ലൂക്ക് 6:48 അതിന്റെ 6:48 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ലിയോ ഒന്ന് വായിക്കാം. He is like a man building a house who dug deep and laid the foundation on the rock. And when the flood arose, the stream beat vehemently against that house and could not shake it, for it was founded on the rock. But he who heard it was വേറെ ഈ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇത്തിരിയുടെ മീനിങ് ഫുള്ളാ. പാറമേൽ അടിത്തറ കെട്ടി വീട് പണിയുന്ന മനുഷ്യന് തുല്യനാണ്. അയാൾ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിത്തറ കെട്ടി വീട് പണിയുന്ന മനുഷ്യന് തുല്യനാണ്. വീഴാത്ത മനുഷ്യനെ കുറിച്ച്. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒഴുക്ക് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അതിന് ഇളക്കം തട്ടിയില്ല, കാരണം അത് നല്ലവണ്ണം പണിയപ്പെട്ടതായിരുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നോക്ക്, നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ പണിതാൽ ഇത് അവസാനം നിൽക്കില്ല. ഇത് നല്ലവണ്ണം പണിയപ്പെട്ടില്ലെങ്കിൽ ഇത് അവസാനം വരെ നിൽക്കില്ല. കുറെ കാലം 10 വർഷം വിശ്വാസിയായിട്ട് ജീവിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മരണം വരെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചതുകൊണ്ടും ഗുണമില്ല. ഇഫ് ഇറ്റ് ഈസ് നോട്ട് വെൽ ഫൗണ്ടഡ്, കർത്താവിന്റെ മുമ്പിൽ ഡേ ഓഫ് ജഡ്ജ്മെന്റിൽ കർത്താവ് പറയും ഞാൻ നിന്നെ അറിയില്ല എന്ന് പറയും. കാരണം കർത്താവ് ഞാൻ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് മാത്യു ചാപ്റ്റർ 7 അതിനുശേഷമാണ് കർത്താവ് ഇത് പറയുന്നത്. 7 chapter 22 തുടങ്ങി വായിക്കുമ്പോൾ ആ ദിവസം പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ? നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുകളെ പുറത്താക്കിയില്ലയോ? നിന്റെ നാമത്തിൽ പല വലിയ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ?
അപ്പോൾ അവരോട് ഞാൻ പ്രഖ്യാപിക്കും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഹേ ദുർവൃത്തരെ, എന്നെ വിട്ടാകുന്നു പോകും. എൻ്റെ ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത് ബുദ്ധിമാന് തുല്യനാണ്. എൻ്റെ ഈ വാക്കുകൾ കേട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എൻ്റെ വാക്കുകളോട് ഗിരിപ്രഭാഷണം. മാത്യു 5-7 ആണ് ഗിരിപ്രഭാഷണം. ഈ ഗിരിപ്രഭാഷണത്തിന്റെ കൺക്ലൂഷനായത്. അതായത് ഈ വാക്കുകളെ കേട്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗിരിപ്രഭാഷണം നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ്സ് നോട്ട് എ വെൽ ബിൽറ്റ് ക്രിസ്ത്യാനിറ്റി. അത് എന്നാ വെള്ളപ്പൊക്കം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി ആഫ്റ്റർ 20 years. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, വീണു പോകും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കർത്താവിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ടഡ് ഇൻ ദി സ്ക്രിപ്ചർ, അത് മാത്രം പാറ എന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ അടിസ്ഥാനം, കർത്താവിന്റെ വചനത്തിൽ അടിസ്ഥാനമിട്ട് കർത്താവ് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുക, അതാണ് പാറമേലുള്ള അടിസ്ഥാനം. അപ്പൊ ഇവിടെ അത് പറയാനല്ല ഉദ്ദേശിച്ചത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ പ്രാർത്ഥനയെ കുറിച്ച് കർത്താവ് പറഞ്ഞതിനെ കുറിച്ച് ദർ ഇസ് നോ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. ഇങ്ങനെ മാത്യു 6:5 തുടങ്ങി വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തരെ പോലെ ആകരുത്, മനുഷ്യർ കാണത്തക്ക വിധം സിനഗോഗുകളിലും തെരുവ് മൂലകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് അവർക്ക് ഇഷ്ടം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. മറിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളറയിൽ കയറി നിന്റെ വാതിലടച്ച് അവിടെ അദൃശ്യനായി വസിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യമായി കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ അർത്ഥമില്ലാത്ത ധാരാളം വാക്കുകൾ ഉരുവിടരുത്. അതിഭാഷണം കൊണ്ട് തങ്ങളുടെ പ്രാർത്ഥന കേൾക്കപ്പെടുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. അപ്പൊ ഇവിടെ ഈ പ്രാർത്ഥനയെ കുറിച്ച് നോബഡി ഈസ് ഹാവിങ് എനി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. എവരിബഡി, നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നവരും പ്രാർത്ഥന ആവശ്യമാണെന്ന് പഠിപ്പിക്കുന്നവരാ. ഈ സെയിം വേയിലാണ്. അതായത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, അതായത് സത്യമായി ഞാൻ 6:5 സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. മറിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളറയിൽ കയറി നിന്റെ വാതിലടച്ച് അവിടെ അദൃശ്യനായി വസിക്കുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യമായി കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം. There is a reward for meaningful prayer. Then why there is a controversy in regard with fasting? ഈ സെയിം ചാപ്റ്ററിൽ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ എഴുതിയേക്കുവാണ് 6:16 onwards when you are reading. നിങ്ങൾ ഉപവസിക്കുമ്പോൾ, ഇവിടെ പറഞ്ഞെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇവിടെ നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടഭക്തരെ പോലെ വിഷാദം നടിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നു എന്ന് മനുഷ്യരെ ധരിപ്പിക്കാൻ അവർ മുഖം വിരൂപമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യണം. മീൻസ് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി, മുഖത്ത് ക്ഷീണം കാണിക്കാതിരിക്കാൻ വേണ്ടിയാണ്, മുഖം വിരൂപമാക്കാതിരിക്കാൻ വേണ്ടിയാണ്. തലയിൽ എണ്ണ പുരട്ടുകയും മുഖം കഴുകുകയും വേണം. അങ്ങനെ രഹസ്യത്തിലിരിക്കുന്ന നിന്റെ പിതാവ് ഒഴികെ ആരും നിന്റെ ഉപവാസത്തെക്കുറിച്ച് അറിയാതിരിക്കട്ടെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് സമ്മാനം നൽകുകയും ചെയ്യും. അപ്പൊ ഒരു ചോദ്യം, അപ്പോൾ കൂട്ടായിട്ട് ഉപവസിക്കുമ്പോഴോ? നോക്ക്, അതിന്റെ മോട്ടീവ് എന്താ? മറ്റാരെയും കാണിക്കാൻ വേണ്ടി ഉപവസിക്കരുത്. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് സമ്മാനം നൽകുകയും ചെയ്യും. ഓക്കെ, ഇത് ഗിരിപ്രഭാഷണത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ദെൻ ഗോയിങ് ടു മാത്യു ചാപ്റ്റർ 9:14 തുടങ്ങി വായിക്കുമ്പോൾ, അനന്തരം യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുന്നു, എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല. അതെന്തുകൊണ്ട്? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ അയാളുടെ തോഴന്മാർ ദുഃഖമാചരിക്കുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിച്ചുകൊള്ളും. അപ്പൊ ഇത് എഴുതിയേക്കുന്നുണ്ടോ? അപ്പം മണവാളൻ നമ്മുടെ കൂടെ ഇല്ല. മണവാളൻ നമ്മളിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്ന സമയമാണ്. ടിൽ ഹിസ് റിട്ടേൺ, വി ആർ ഗെറ്റിംഗ് റെഡി ടു ഹിസ് റിട്ടേൺ. അപ്പം മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന സമയത്ത് അവർ ഉപവസിച്ചു കൊള്ളും. അപ്പൊ ലോർഡ് ഈസ് എക്സ്പെക്ടിങ് ഹിസ് ഫോളോവേഴ്സ് ടു പ്രേ ആൻഡ് ഫാസ്റ്റ്. ഇത് ഇങ്ങനെ ഇവിടെ എഴുതി അവസാനിപ്പിച്ചേക്കും. നല്ല ഗോയിങ് ടു അപ്പസ്റ്റോളിക് പ്രാക്ടീസ്. ഇഫ് യു റീഡ് Acts 14:23 വായിക്കുമ്പോൾ, നോക്കിക്കോ, Acts 14:23. എല്ലാ സഭകളിലും അവർ മൂപ്പന്മാരെ നിയമിച്ചു. തങ്ങൾ വിശ്വസിച്ച കർത്താവിനെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ അവർ സ്വയം സമർപ്പിച്ചു. That is the history of the first century church. They were praying and fasting. Then Acts 13 വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ അക്കാലത്തും പ്രവാചകരും പ്രബോധകരും ഉണ്ടായിരുന്നു. ബർന്നബാസ്, നീഗർ എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, കുറേനക്കാരനായ ലുക്യോസ്. ഞാൻ 2 തുടങ്ങി വായിച്ചാൽ മതി. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അരുൾ ചെയ്തു, ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി ബർന്നബാസിനെയും സാവൂളിനെയും എനിക്ക് വേണ്ടി വേർതിരിച്ചു നിർത്തുക.
അപ്പോൾ അവർ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ പറഞ്ഞയച്ചു. അതെ, അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അരുൾ ചെയ്തു. സോ പ്രേയിങ് ആൻഡ് ഫാസ്റ്റിംഗ്, ദാറ്റ് വാസ് എ ക്രിസ്ത്യൻ ഡിസിപ്ലിൻ. അവരത് പ്രാവർത്തികമാക്കിയിരുന്നു. ഇനി അപ്പസ്തലനായ പൗലോസിന്റെ 2 കൊറിന്ത്യൻസ് നമുക്കറിയാം. അപ്പസ്തലനായ പൗലോസിന്റെ പേഴ്സണൽ ലൈഫ് റിവീൽ ചെയ്തേക്കുന്ന ബുക്കാണ്. വേറെ ഒരിടത്തുമില്ല. അത് നമുക്ക് വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം അപ്പസ്തലന്റെ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ കർത്താവിനെ ശ്രേഷ്ഠമായിട്ട് പിൻപറ്റുന്ന ഒരു ക്രിസ്ത്യ വിശ്വാസിയുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊരു ഗ്ലിംസ് കിട്ടുന്നതാണ് പൗലോസിന്റെ ജീവിതം. ഇഫ് യു ആർ ഗോയിങ് ടു നമുക്ക് ഇതിനകത്ത് നമുക്ക് ട്രാൻസ്ലേഷൻസ് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു ഗ്യാരണ്ടി ഇല്ല. ഒറിജിനൽ ടെക്സ്റ്റ് ആണ് കർത്താവിന്റെ ദൈവത്തിന്റെ വചനം. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടു. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നവർ പലരും, എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പലപ്പോഴും തെറ്റും. കാരണം കർത്താവിനെ അറിയാത്തവരായിരിക്കും പലപ്പോഴും ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഭാഷാ പണ്ഡിതന്മാരായിരിക്കും. 2 കൊറിന്ത്യൻസ് 6:5 കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുമ്പോൾ, കാരണം ബാക്കിയുള്ള ട്രാൻസ്ലേറ്റേഴ്സ് എല്ലാം അതിനെ മീനിങ് മാറ്റിക്കളഞ്ഞു. ഫാസ്റ്റിംഗ് ഇറ്റ് ഈസ് ഇൻ എ വേ ഇറ്റ് ഈസ് എന്താ, നമ്മൾ പട്ടിണിയാണ്. അപ്പൊ ഇവരെല്ലാം പട്ടിണിയിൽ ട്രാൻസ്ലേഷൻ മാറ്റിക്കളഞ്ഞു. അറ്റ് ദി സെയിം ടൈം ഒറിജിനൽ ടെക്സ്റ്റിൽ ഈ കിങ് ജെയിംസ് വേർഷൻ 6:5 വായിച്ചു. In stripes, in imprisonments, in tumults, in labors, in sleeplessness, in fastings. In fastings, പൗലോസിന്റെ ജീവിതം എഴുതിയേക്കുക. In fastings, then 2 Corinthians 11:27 വായിക്കുമ്പോൾ ഇംഗ്ലീഷ്. In weariness and toil, in sleeplessness, often in hunger and thirst, in fastings often. In fastings often. ഇത് നമുക്ക് പൗലോസ് ഉപവസിച്ച് പ്രാർത്ഥിച്ചെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ലോട്ട് ഓഫ് മെസ്സേജസ് ആണ് there. ഇതെന്താണ്, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയല്ല. There is no personal agenda, no personal fulfillment of any particular prayer request. അത് ചെയ്യുന്നത് തെറ്റെന്നല്ല. പൗലോസിന്റെ ഉപവാസം, പൗലോസ് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ബാക്കിയുള്ള എല്ലാ ട്രാൻസ്ലേഷൻകാരും ആ വേർഡ് മാറ്റിക്കളഞ്ഞു. ഈവൻ സത്യവേദപുസ്തകം കുറെ ആ ഒറിജിനൽ ഇത് കീപ്പ് ചെയ്തുകൊണ്ടിരുന്ന പഴയ ട്രാൻസ്ലേഷനാണ്. സത്യവേദപുസ്തകം വായിച്ച 11:27 വായിക്കുമ്പോൾ അതിനകത്ത് മാറ്റി വായിക്കണം. സത്യവേദപുസ്തകം 11:2 കൊറിന്ത്യൻസ് എടുത്തിട്ടില്ല. ഓക്കെ, ആരെങ്കിലും ഒന്ന് വായിക്കും. ബിജനൊന്ന് വായിക്കും. 2 കൊറിന്ത്യൻ പട്ടിണിയായി. അതായത് സ്പിരിച്വലി ബ്ലെസ്സിങ്സ് ഉള്ള പല ക്രിസ്ത്യൻ ഡിസിപ്ലിൻസിനെയും പിശാച് മാറ്റിക്കളഞ്ഞു. കർത്താവ് ഉപവസിച്ചു, അപ്പസ്തലന്മാർ ഉപവസിച്ചു, ഏർലി ക്രിസ്ത്യൻ ചർച്ച് ഉപവസിച്ചു. ഇന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പല ചർച്ചസിലും ഉച്ചവരെ ഉപവസിച്ചിട്ട് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കും. കർത്താവ് 40 days ഫാസ്റ്റ് ചെയ്തു. അതുകൊണ്ട് നമ്മളാരും നമുക്ക് ന്യൂ ടെസ്റ്റാമെന്റ് ഫാസ്റ്റിംഗ് ഓൾഡ് ടെസ്റ്റാമെന്റ് ഫാസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറൻസ്. ഓൾഡ് ടെസ്റ്റാമെന്റിൽ ഇറ്റ് വാസ് കമാൻഡഡ്. അപ്പം 7-ാം മാസം 10-ാം ദിവസം അവർ ഉപവസിച്ചേ പറ്റൂ. ന്യൂ ടെസ്റ്റാമെന്റ് ഇത് നമ്മുടെ എല്ലാ ആത്മാവിന്റെ നിയമത്താലും നയിക്കപ്പെടുന്നു. നമുക്ക് ഇത് കർത്താവിനോട് കമ്മിറ്റ്മെന്റും കർത്താവിനോട് സ്നേഹവും അപ്പസ്റ്റോലിക് വേയിൽ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ഹാവ് ടു ഫാസ്റ്റ്. എന്തുകൊണ്ടാണ് ഫാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺ വേർഡ് ആൻസർ, ഇറ്റ് ഈസ് കമാൻഡഡ് ബൈ ദി ലോർഡ്. എന്തുകൊണ്ടാണ് സ്നാനപ്പെടുന്നത്? അപ്പം നമ്മൾ ഈ രക്ഷയും സ്നാനമായിട്ട് ബന്ധമില്ല എന്ന് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം, പിന്നെ എന്തിനാ സ്നാനപ്പെടുന്നത്? നമുക്ക് മനുഷ്യൻ ഈസ് സോ സെൽഫിഷ്, സോ സെൽഫ് സെന്റേർഡ്. Nobody is interested in pleasing the Lord rather than എന്തെങ്കിലും മിനിമം റിക്വയർമെന്റ് ചെയ്ത് സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും കയറി പറ്റാവുന്നുള്ളതല്ലാതെ. റീസെന്റ് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ ചർച്ച് എങ്ങനെയാ അവിടെ അത് ചോദിച്ചു. അപ്പൊ എന്നോട് പറയുന്നത്, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, സ്വർഗത്തിൽ പോകണം, ദാറ്റ്സ് ഓൾ. നരകത്തിൽ പോകുന്ന ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? നോബഡി ലൈക്സ്. അപ്പൊ ഈ സ്വർഗത്തിൽ പോകണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്ന ആരും സ്വർഗത്തിൽ പോകത്തില്ല. നോ. ബട്ട് ഇഫ് യു വാണ്ട് ടു ബി വിത്ത് ദി ലോർഡ്, whether he's in hell or heaven or earth or in wherever it is, if you want to live with the Lord, if that be the ambition of the Lord, പൗലോസ് എന്താ പറയുന്നത്, അവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഇവിടെ നോക്കാം, ഇത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. കർത്താവ് കൽപ്പിച്ചു, അപ്പസ്തലന്മാർ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ പൗലോസിന്റെ ലൈഫ് എക്സ്പോസ് ചെയ്തേക്കുന്ന കൊറിന്ത്യ ലേഖനത്തിൽ നിന്ന് ഈ ഉപവാസം എന്നുള്ള വേർഡ് എല്ലാ ട്രാൻസ്ലേറ്റേഴ്സും മാറ്റിക്കളഞ്ഞു, എക്സെപ്റ്റ് കിങ് ജെയിംസ് വേർഷൻ. കിങ് ജെയിംസ് വേർഷൻ അത് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്, അന്ന് രാജാവ് ഭക്തരായ മനുഷ്യരെ ഇരുത്തി ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചതാണ്. അതായത് അതിനകത്തും കുറെ ചെയ്തു. കാരണം ഇപ്പൊ ബാപ്റ്റിസം എന്നുള്ള വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ബാപ്റ്റോ എന്നുള്ള ഗ്രീക്ക് വേർഡ്, ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ മുക്കൽ എന്ന വാക്കിന്റെ അർത്ഥം, ഇമ്മേർഷൻ എന്നാണ്.
അപ്പൊ അന്ന് സൊസൈറ്റിയിൽ ശിശുസ്നാനായിരുന്നുകൊണ്ട് രാജാവ് പറഞ്ഞു സൊസൈറ്റിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. രാജാവ് പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അപ്പൊ ഈ ബാപ്റ്റിസ്റ്റ് എന്നുള്ള വേർഡ് വന്നപ്പോൾ അവർ ആ കുഴഞ്ഞു. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഇമേർഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. ജോൺ ദി ബാപ്റ്റിസ്റ്റ്, ജോൺ ദി ഇമേഴ്സർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം. രാജാവ് പറഞ്ഞു സൊസൈറ്റിയിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പാടില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ അവരെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ച് തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യാം, ഈ ബാപ്റ്റിസം എന്നുള്ള വേർഡിനെ അതുപോലെ തന്നെ ഗ്രീക്ക് വേർഡിനെ ഇംഗ്ലീഷ് ആക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ അതുകൊണ്ട് ബാപ്റ്റോ എന്നുള്ള വേർഡിനെ ഇത്തിരിയോടെ ഇംഗ്ലീഷ് ആക്കി ബാപ്റ്റിസം എന്നാക്കി. അപ്പോൾ അവര് മനസ്സിലാക്കി ബാപ്റ്റിസം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ ചോദിക്കുന്നവര് ബാപ്റ്റിസം എന്താന്ന് ചോദിച്ചാൽ അപ്പൊ പറയും ആ കൊച്ചിന്റെ മേത്ത് വെള്ളം തെളിക്കുന്ന ആ ചടങ്ങാണ് ബാപ്റ്റിസം എന്ന് അവർ മനസ്സിലാക്കി. അറ്റ് ദി സെയിം ടൈം ബാപ്റ്റിസം എന്നുള്ള വേർഡിന്റെ മീനിങ് ഇമേർഷൻ, അതാണ് ബൈബിളിൽ ഇമേർഷൻ അല്ലാതെ സ്നാനമില്ല. സെയിം വേ അപ്പൊ ഇവിടെ നമ്മൾ എഗെയിൻ ആൻഡ് എഗെയിൻ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഈ ബാപ്റ്റിസം അല്ല ഫാസ്റ്റിംഗ് എന്നുള്ള വേർഡ് ഒരു മലയാളം ട്രാൻസ്ലേഷനിലും ഇല്ല, ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും ഇല്ല, എക്സെപ്റ്റ് കിങ് ജെയിംസ് വേർഷൻ. ഇനി അതിന്റെ ഒറിജിനൽ ലാംഗ്വേജ് ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ, ഇഷ്ടംപോലെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. ലോകത്തിൽ ആർക്ക് വേണേലും ഏത് സത്യം വേണേലും ഒറിജിനൽ എഴുതി അപ്പസ്തലന്മാർ ഏത് വേർഡ് ഉപയോഗിച്ചെന്ന് കണ്ടുപിടിക്കാനുള്ള റിസോഴ്സ് ഉണ്ട്. ഈ റിസോഴ്സ് ഉള്ളത് കൊണ്ട് ആൾക്കാർ ആത്മീയരാകുന്നില്ല, ആൾക്കാർ ബെറ്റർ ക്രിസ്ത്യൻസ് ആകുന്നില്ല. ദാറ്റ് ഈസ് എ ട്രൂത്ത്. ഇപ്പൊ എല്ലാവരുടെയും കയ്യിൽ 3, 4, 5 ട്രാൻസ്ലേഷൻസ് ഉണ്ട്. സ്റ്റഡി ആവശ്യത്തിനുണ്ട്, ബട്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി വേർഡ് പീപ്പിൾ ആർ ഫെയിലിംഗ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് why we are fasting, one word, it is commanded by the Lord and apostles practiced, churches practiced. പിന്നെ ഇതില് ഓൾഡ് ടെസ്റ്റമെന്റ് ഫാസ്റ്റിംഗ് അല്ല ഇത്. ദെൻ പൗലോസ് തന്റെ ജീവിതത്തിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊന്നും കിട്ടാൻ വേണ്ടി ചോദിച്ചു മേടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇറ്റ് ഈസ് ഹിസ് ഓൺ പേഴ്സണൽ ഡിസിപ്ലിൻ. ഈ 1 Corinthians 9:27 വായിക്കുമ്പോൾ പൗലോസിന്റെ ലൈഫില് 1 Corinthians 9:27 വായിക്കുമ്പോൾ കാറ്റിനോടല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത്, ഞാൻ എൻ്റെ ശരീരത്തെ മെരുക്കി കീഴടക്കുന്നു, ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തന്നെ അയോഗ്യനായിരിക്കും. ഇറ്റ് വാസ് വൺ ഓഫ് ദി വേസ് ഓഫ് മേക്കിംഗ്, അതായത് എൻ്റെ ശരീരത്തെ മെരുക്കി കീഴടക്കുന്നു. ഇതിന് ഒത്തിരി അത് NASB വായിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്. 9:27 NASB എന്ന് വായിക്കും. But I discipline my body and make it my slave. I discipline my body and make it my slave. So that after I have preached to others, I myself will not be disqualified. അതെ, നമ്മുടെ ശരീരത്തെ അതായത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങളെ നമ്മുടെ സ്ലേവറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല എങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ചു നമ്മൾ സുവിശേഷം പറഞ്ഞ് അനേകരെ കർത്താവിൽ കൊണ്ടുവന്നിരിക്കും. പക്ഷെ നമ്മൾ തന്നെ എവിടെ എത്തും? ദൈവത്തിന്റെ അടുത്താണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇത് ഒരു അപ്പസ്തോലന്റെ ഒരു ക്രിസ്ത്യൻ ഡിസിപ്ലിൻ ആയിരുന്നു. നമ്മൾ ഈ ഓൾഡ് ടെസ്റ്റാമെന്റില് ഇത് എഴുതിയേക്കുന്ന സ്ഥലങ്ങളിൽ Psalm 35:13 വായിക്കുമ്പോൾ Psalm 35:13 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അത് മലയാളം വായിച്ചാൽ മീനിങ് കിട്ടത്തില്ല. ക്ലിയർ ഒന്ന് വായിക്കോ? 35:13 But as for me, when they were sick, my clothing was sackcloth. I humbled myself with the fasting. I humbled myself with the fasting. നോക്ക്, നമ്മളെല്ലാം അഹങ്കാരികളാണ് ബേസിക്കലി. വി ഓൾ നീഡ് മോർ ഹ്യൂമിലിറ്റി. അപ്പൊ നമുക്ക് തന്നെ നോക്കാം. അപ്പൊ നമ്മുടെ സ്പിരിച്വൽ കണ്ടീഷൻ നമുക്ക് അറിയത്തില്ല. നമ്മളെല്ലാം വിചാരിക്കും നമ്മൾ ഹംബിളാന്ന് വിചാരിക്കും നാച്ചുറലി. ദി സെയിം ടൈം വി ഓൾ നീഡ് മോർ ഹ്യൂമിലിറ്റി. കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കൂ, ഞാൻ വിനീത ഹൃദയനും സൗമ്യനും ആയതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കൂ. കർത്താവ് നമ്മളോട് പഠിക്കാൻ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യമുള്ളൂ, എന്താ? ഹ്യൂമിലിറ്റി. വൈ? കർത്താവിന് വേറെ ഒത്തിരി ക്യാരക്ടേഴ്സ് റിവീൽഡ് ആയിട്ടുണ്ട്. എന്താ? ഹ്യൂമിലിറ്റി മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാൻ എന്താ റീസൺ? അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഒരു സെയിങ് ഉണ്ട്, വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതേണ്ടതില്ല. കേട്ടിട്ടില്ലേ? അപ്പൊ ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ all other good characters will come. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഹ്യൂമിലിറ്റിയുടെ ഓപ്പോസിറ്റ് എന്താ? പ്രൗഡ്. അപ്പൊ പ്രൗഡ് ഉണ്ടെങ്കിൽ എന്ത് വരും? all bad characters will come. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും, how much we are to humble ourselves in the sight of the Lord. ഈ 35:13 എഴുതി I humbled myself by fasting.
Going to Ezra 8 verse 21 വായിക്കുമ്പോൾ Ezra 8:21 English. Then I proclaimed a fast there at the river of Ahava, that we might humble ourselves before our God to seek from Him a safe journey for us, our little ones, and all our possessions. Yeah, that's correct. അവിടെ എഴുതിയിരിക്കുന്നത് they proclaim Ezra 8:21. They proclaimed a fast. എന്തിനു വേണ്ടിയാണ്? To humble. NKJV-യിലാണെങ്കിൽ NKJV-യുടെ ഒന്ന് വായിക്കും. Then I proclaimed a fast there at the river of Ahava, that we might humble ourselves before our God to seek from Him the right way for Yeah. us. Okay, in situations where we do not know the right way. അവിടെ എഴുതിയിരിക്കുന്നത് അതായത് നമ്മൾ ഹമ്പിൾ ആക്കാൻ അവർ ഉപസിച്ചു. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ടു നോ ദി റൈറ്റ് വേ. അപ്പൊ റൈറ്റ് വേ അറിയാനുള്ള മെത്തേഡ് ഉപവാസമാണോ? എന്താ? ഹമ്പിൾ ആയിട്ടുള്ളവർക്ക് ദൈവം നമുക്ക് ഈ റെസിസ്റ്റന്റ് ആൻഡ് പ്രൗഡ്, അഹങ്കാരം, ധിക്കാരം ഉള്ള മനുഷ്യനെ ഒന്ന് അടിച്ചിരുത്താൻ നമ്മുടെ ഒരു സെൽഫ് ടോർമെന്റിങ് ആ ഫാസ്റ്റിംഗ്. അല്ലാതെ ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വഴി അറിയാൻ വേണ്ടി, ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി. ഇറ്റ്സ് നോട്ട് റിക്വയർഡ്. അല്ലെ ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിശാചിനെ പുറത്താക്കാൻ. കർത്താവ് പറഞ്ഞ എന്താ? പിശാച് ഇറങ്ങാതിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ വൺ വേർഡ് ആൻസർ എന്താ? നിങ്ങളുടെ അവിശ്വാസമാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ലാക്ക് ഓഫ് ഫെയ്ത്ത്. അപ്പൊ എന്നാൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വക പുറത്തു പോകില്ല എന്ന് പറയുമ്പോൾ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് ക്യാൻ ഇംപ്രൂവ് യുവർ ഫെയ്ത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ടു നോ ദി റൈറ്റ് വേ കാണാനായിട്ടുള്ള സ്പിരിച്വൽ കണ്ടീഷൻ എന്തായിരിക്കണം? അത് എഴുതിയേക്കുന്ന എവിടെയാണെന്ന് പറയാം. ഇപ്പൊ നമ്മൾ വായിച്ചു എസ്രായേല് ടു ഹംബിൾ അവർസെൽസ് ടു നോ ദി റൈറ്റ് വേ. അപ്പൊ അതുകൊണ്ട് റൈറ്റ് വേ അറിയാനായിട്ട് ഉപസിക്കുന്നതല്ല. നമ്മൾ അഹങ്കാരികളാണെങ്കിൽ ഉപസിച്ച് പ്രാർത്ഥിച്ച് ഹംബിൾ ആയില്ലെങ്കിൽ അഹങ്കാരികളെ ദൈവം എതിർക്കുന്നു. ഗോഡ് ഈസ് റെസിസ്റ്റിംഗ് ദി പ്രൗഡ്. നമ്മൾ അഹങ്കാരിയാണെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ദൈവം ഇങ്ങനെ പുറകോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. നോ മൂവിങ് ഫോർവേഡ്. Psalm 25 എടുക്കുമ്പോൾ Psalm 25 9ാം സെന്റൻസില് വേഴ്സ് 9 ബാബു നയിക്കാം. വിനീതരെ നീതിയിലൂടെ നയിക്കുന്നു, തന്റെ മാർഗം വിനീതരെ പഠിപ്പിക്കുന്നു. അപ്പോ the ways of the Lord 9 ഇംഗ്ലീഷിൽ നയിക്കാം. The humble He guides in justice, and the humble He teaches His way. അതെ. അപ്പൊ നമ്മള് വഴിതെറ്റി പോവാ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പല കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നെന്ന് പിന്നീട് മനസ്സിലായി. അല്ലെങ്കിൽ many foolishness we did in our life. Why? കാരണം നമ്മൾ ഹമ്പിൾ അല്ലാത്തതുകൊണ്ട് ദൈവം നമുക്ക് എതിരായതുകൊണ്ട് ശരിയല്ലാത്ത വഴിക്കോടെ തള്ളി വിട്ടതാ ദൈവം. സോ ടു ദി ഹമ്പിൾ, വിനീതരെ നീതിയിലൂടെ നയിക്കുന്നു, തന്റെ മാർഗം വിനീതരെ പഠിപ്പിക്കുന്നു. ഇഫ് യു ആർ നോട്ട് ഹമ്പിൾ, ദി വേ ഓഫ് ദി ലോർഡ് വിൽ ബി ടോട്ടലി ഹിഡൻ ഫ്രം യുവർ ലൈഫ്. ഹമ്പിൾ അല്ലാതിരിക്കാൻ എന്താ മനുഷ്യന് റീസൺ? ദർ ഈസ് നോ റീസൺ. ബൈബിൾ ചോദിക്കുന്നത് വാട്ട് ഡു യു ഹാവ് ദാറ്റ് യു ആർ നോട്ട് റിസീവ്ഡ്? What you have not received. If it is received, how can you boast as if it is not received? നമ്മുടെ കയ്യിൽ എന്തുള്ളത്? നമുക്ക് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്? as if it is not received. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ശരിയായ മാർഗം അറിയാൻ വേണ്ടി ഉപസിക്കണമെന്നല്ല. നമ്മൾ ഹമ്പിൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി വേസ് ടു ഹമ്പിൾ. ആൻഡ് എഗെയിൻ നമ്മളിപ്പോൾ അതിൻ്റെ ഒരു സ്പിരിച്വൽ കണ്ടീഷൻ നോക്കിയാൽ ആദ്യത്തെ ആദം ആൻഡ് ഈ ഫെയിൽഡ് ഇൻ ഫുഡ്, ഇല്ലേ? ഭക്ഷണം കഴിച്ച പാപം ചെയ്ത് ഭക്ഷണത്തിലൂടെ. അപ്പോൾ പിശാചിന് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം ഈ സിംബോളിക് ഓഫ് ഓൾ ദി ഫ്ലഷ്ലി ഡിസൈഴ്സ്. അറ്റ് ദി സെയിം ടൈം ഭക്ഷണം തന്നെ, ലിറ്ററൽ ഫുഡ്. ഭക്ഷണത്തിലൂടെ ആദത്തെ അവൻ ഡിസീവ് ചെയ്തു. 2ാം ആദം കർത്താവ് വന്നു. കർത്താവിനെ ഭക്ഷണത്തിലൂടെ ഡിസീവ് ചെയ്യാനാണ് പിശാച് വന്ന് വിശന്നപ്പോൾ പറഞ്ഞു കല്ലുകളോട് അപ്പം ആവാൻ. പക്ഷെ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ട്. അപ്പൊ നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിശാചിനോട് ഒരു കാര്യം ഡിക്ലെയർ ചെയ്യുക, നമ്മുടെ ശരീരത്തെ കൊഴുപ്പിക്കുന്ന ഭക്ഷണത്തെക്കാൾ
എനിക്ക് ഇമ്പോർട്ടൻ്റ് എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നതാണ് ഭക്ഷണം കഴിച്ച് എൻ്റെ ശരീരത്തെ കെയർ ചെയ്യുന്നേക്കാൾ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മളൊരു മെസ്സേജ് ദി കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്സിന് കൊടുക്കുക. ജോൺ 6:27 കർത്താവ് പറയുന്നത് വായിക്കുമ്പോൾ, നശ്വരമായ ഭക്ഷണത്തിന് വേണ്ടിയല്ല, നിത്യജീവൻ ഉതകുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണ് പ്രയത്നിക്കേണ്ടത്. അതെ, വി ആർ ഗിവിംഗ് എ മെസ്സേജ്. നശ്വരമായ ഭക്ഷണത്തെക്കാൾ, നമ്മളതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ലെന്നല്ല, നശ്വരമായ ഭക്ഷണത്തെക്കാൾ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ us ഈസ് ദി സ്പിരിച്വൽ ഫുഡ്, അല്ലെങ്കിൽ ദി തിങ്സ് ഓഫ് എറ്റേണിറ്റി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ടു us than the things of this world. ഈ ലോകത്തിൽ നശ്വരമാകുന്ന, കടന്നു പോകുന്ന, നിലനിൽക്കാത്ത ലോകവും അതിൻ്റെ ഇച്ഛകളും ഈസ് പാസിങ് അവേ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ പാസിങ് അവേ ഈ കാര്യങ്ങളിൽ മനസ്സർപ്പിച്ച് ജീവിക്കുന്ന വിഡ്ഢികളുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല നമ്മൾ. വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു തിങ്സ് ഓഫ് എറ്റേണിറ്റി എന്നുള്ളൊരു മെസ്സേജ് ഐ സി ക്രിസ്ത്യൻ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവിക ജീവിതത്തിൽ ഓൾവേസ് ഭക്ഷണത്തിലൂടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ദൈവം. ഡാനിയല് ബാബിലോണിൽ ചെന്നപ്പോൾ ഈ ബാബിലോണിയൻ ഫുഡ് യഹൂദർക്ക് കഴിക്കാൻ ഇത്തിരി പ്രശ്നമുള്ളതാണ്. കാരണം അത് എന്താ പറയുന്നത്, കഴുത്തറുത്ത് കൊന്ന ജീവികളുടെ മീറ്റല്ല. പിന്നെ അത് യഹൂദർക്ക് വിത്ത് ബ്ലഡ് കഴിക്കാൻ പറ്റത്തില്ല. സോ ആ ഫുഡ് വന്നപ്പോൾ ഡാനിയൽ ചാപ്റ്റർ 1 എടുക്കുമ്പോൾ എട്ടാം സെന്റൻസിൽ 1:8 തുടങ്ങി വായിക്കുമ്പോൾ ഭാവം വായിക്കും. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടോ അയാൾ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടോ താൻ അശുദ്ധനാകരുതെന്ന് ദാനിയേൽ ഉറച്ചു. അതിനാൽ അശുദ്ധനാകാതിരിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് അയാൾ മുഖ്യ ഷണ്ഡനോട് അഭ്യർത്ഥിച്ചു. മുഖ്യ ഷണ്ഡന്റെ ദൃഷ്ടിയിൽ ദാനിയേലിനോട് കൃപയും കരുണയും ദൈവം ഉളവാക്കി. മതി. ഓക്കെ. When Daniel took a decision for the Lord, അത് ദാനിയേല് കർത്താവിന് വേണ്ടി ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ then Lord started working. Lord worked in the mind of the unit. നമ്മൾ പലപ്പോഴും അങ്ങനെയല്ല, നമ്മൾ പ്രാർത്ഥിക്കും, യൂണിറ്റിന്റെ മനസ്സ് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് യൂണിറ്റിന്റെ മനസ്സ് മാറി കഴിയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കുന്നു. ഇറ്റ്സ് എ വേ ഓഫ് ഫെയ്ത്ത്. വി ആർ ടു ലിവ് ബൈ ഫെയ്ത്ത്, നോട്ട് ബൈ സൈറ്റ്. അപ്പൊ കണ്ടിട്ട് വിശ്വസിക്കുന്നതല്ല ക്രിസ്ത്യ മാർഗം, കാണാതെ വിശ്വസിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ദാനിയേൽ ഒരു തീരുമാനം എടുത്തു, ഐ വിൽ നോട്ട് ഈറ്റ്. ഈ നിയമം അനുവദിക്കാത്ത ഈ ഭക്ഷണം ഞാൻ കഴിക്കില്ല, ഈവൻ ഇഫ് ഐ ഹാവ് ടു ഡൈ. ദെൻ ലോർഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. നമ്മുടെ ജീവിതത്തില്, ക്രിസ്ത്യൻ ലൈഫില് ഗോഡ് വിൽ വർക്ക് ഓൺലി ഇൻ ഫ്രണ്ട് ഓഫ് സ്ട്രോങ് ഡിസിഷൻസ്. ഇഫ് യു ആർ വീക്ക്, സ്വർഗരാജ്യം ബലാൽക്കാരികൾ അവകാശമാക്കുന്നു, അല്ലാതെ നട്ടലില്ലാത്തവർക്കും ബലമില്ലാത്തവർക്കും പേടിത്തൊണ്ടന്മാർക്കും ഉള്ളതല്ല. ഇന്നലെ യെസ്റ്റർഡേ നമ്മൾ കണ്ടതാ നരകത്തിലേക്കുള്ള ലിസ്റ്റില് 21:7 ഭീരു. അത് നരകത്തിലേക്കുള്ള ലിസ്റ്റിൽ നമ്പർ 1 ദോസ് ആർ ഫിയർഫുൾ. ഈ സ്വർഗരാജ്യം ബലാൽക്കാരികൾ അവകാശമാക്കും. ഇത് ധീരന്മാർക്കുള്ളതാണ്, ഇത് ബുദ്ധിമാന്മാർക്കുള്ളതാണ്, ഇത് വീരന്മാർക്കുള്ളതാണ്. നമുക്ക് കർത്താവ് ദൈവത്തെ അനുസരിക്കാത്തവരെല്ലാം ഫൂൾസ് എന്നാണ് വിളിക്കുന്നത്. പോൾ വിളിക്കുന്ന ഫൂൾസ് എന്നാ, കർത്താവ് വിളിക്കുന്ന ഫൂൾസ് എന്നാ. ദെൻ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള സോളമൻ പ്രോവബ്സില് കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കാത്തവരെല്ലാം ഫൂൾസ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടി ധീരമായിട്ട് ജീവിക്കാത്തവരെല്ലാം ലോകത്തിന്റെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും എല്ലാം വിട്ടികളാണ്. കാരണം ലോകത്തിന്റെ മുമ്പിൽ വിട്ടികളാണ്. കാരണം ആഫ്റ്റർ 100 years none of us will be here. അപ്പൊ ഇത്ര ആർക്കും ഡിസ്പ്യൂട്ട് ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ് ഡെത്ത്. 100 വർഷം കഴിയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കാണും, കുഞ്ഞു പിള്ളേരെ വരെ കാണത്തില്ല. ബട്ട് ലിവിങ് ഫോർ ദി പെറിഷിംഗ് തിങ്സ്, മേക്കിംഗ് ourselves or declaring ourselves as fools. അപ്പൊ ഇവിടെ ദാനിയേൽ ഒരു തീരുമാനം എടുത്തപ്പോൾ ദൈവം പ്രവർത്തിച്ചു. അപ്പൊ നമ്മുടെ ജീവിതത്തില് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ നമ്മൾ എടുത്തു കഴിയുമ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാകും. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നവരുടെ സാഹചര്യം ഒരിക്കലും അനുകൂലമാകത്തില്ല. ദേ വിൽ ഡൈ ഇൻ ഡിസ്ട്രക്ഷൻ. അവർക്ക് ഒരിക്കലും ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ല. നോക്കാം, ഇവിടെ നമുക്കറിയാവുന്ന സ്ഥലം ഞാൻ എടുക്കുന്നില്ല. ശദ്രക്, മേശക്, അബേദ്നേഗോ അവരോട് പറഞ്ഞു, ഈ രാജാവിന്റെ പ്രതിമയെ വണങ്ങിയില്ലെങ്കിൽ അവരെ തീയിലിടും. അവര് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന് ചാപ്റ്റർ 2 ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. അഥവാ രക്ഷിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ പ്രതിമയുടെ മുമ്പിൽ തല വണങ്ങത്തില്ല. 3-ാം അധ്യായം. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ടത്, നമ്മളാണ് എന്ത് ചെയ്യും. ഞാനിപ്പോ അടുത്തിടെ റീസെന്റ് കുറെ ആൾക്കാരോട് സംസാരിച്ചതെന്നുള്ള ഞാൻ പാരാഫ്രൈസ് ചെയ്ത് പറയുന്ന,
അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരാണ് എന്ത് പറയും, നമുക്ക് പ്രതിമയുടെ മുമ്പിൽ മുട്ടുമടക്കാം, പക്ഷെ ഹൃദയം കർത്താവിനായിരിക്കണം. ദൈവം ഹൃദയങ്ങളെ മാത്രമേ നോക്കുകയുള്ളൂ. എന്തിനാ അത് പ്രശ്നം ഉണ്ടാക്കുന്നത്? രാജാവിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കുക, ഹൃദയം കർത്താവിന് കൊടുക്കുക, എന്നിട്ട് നമ്മൾ കർത്താവിനെയും പ്രസാദിപ്പിക്കുക, രാജാവിനെയും പ്രസാദിപ്പിക്കുക, പ്രശ്നമില്ലാതെ പോവുക. നോക്ക്, വേറെ ക്രിസ്ത്യാനിറ്റി റീച്ച് there is chaotic situations, പ്രശ്നങ്ങളുണ്ടായി. അപ്പോസ്തലനായ പൗലോസിന്റെ ആക്ട്സ് ചാപ്റ്റർ 19 എടുക്കുമ്പോൾ അതിന്റെ 23 തുടങ്ങി വായിക്കുമ്പോൾ ബാബു വായിക്കും പെട്ടെന്ന്. അക്കാലത്ത് കർത്താവിന്റെ വഴിയെ ചൊല്ലി വലിയ കലഹമുണ്ടായി. അർത്തമീസ് എന്ന മഹാദേവിയുടെ വെള്ളിബിംബങ്ങൾ നിർമ്മിച്ചിരുന്ന ദെമത്രിയോസ് എന്ന വെള്ളിപ്പണിക്കാരൻ ശില്പവേലക്കാർക്ക് വളരെയേറെ തൊഴിൽ കൊടുത്തിരുന്നു. ഇവരെയും ഇതേ തൊഴിൽ ചെയ്തിരുന്ന മറ്റു പണിക്കാരെയും അയാൾ വിളിച്ചുകൂട്ടി പറഞ്ഞു, കൂട്ടരെ, നമ്മുടെ സമ്പത്ത് ഈ തൊഴിലിൽ നിന്ന് ഉള്ളതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഈ പൗലോസ് മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദേവന്മാരല്ലെന്ന് പറഞ്ഞ് എഫേസോസിൽ മാത്രമല്ല ആസ്യയിലുടനീളം ഗണ്യമായ ഒരു ജനവിഭാഗത്തെ ദുഷ്പ്രേരണയാൽ വഴിതെറ്റിക്കുന്നത് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. പൗലോസ് വാസ് നോട്ട് എ ഡിപ്ലോമാറ്റ്. പറഞ്ഞു, മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ദൈവങ്ങളെ അല്ല. ഹി വാസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. സോ ദർ വാസ് 23-ാം സെന്റൻസ്, അക്കാലത്ത് കർത്താവിന്റെ വഴിയെ ചൊല്ലി വലിയ കലഹം ഉണ്ടായി. So if you want to make peace, compromising the word of God, you are going to fall into a greater ditch. കാരണം ഈ പ്രൊവർബ്സിൽ ഒരു വേർഡുണ്ട്, ധീരമായിട്ട് ശാസിക്കുന്നവനോ എന്താ, പ്രൊവർബ്സ് 10:10 ഒന്ന് വായിക്കാം. 10:10 സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നവൻ ഉപദ്രവകാരിയാണ്. നല്ല ആളല്ല സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നവൻ. ധീരമായി ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു. അതെ, അതായത് കോംപ്രമൈസേഴ്സ് ഒരിക്കലും സമാധാനം ഉണ്ടാക്കത്തില്ല. അപ്പൊ ഇതിൽ നമ്മൾ കണ്ടു പൗലോസ് പറഞ്ഞു, ഈ മനുഷ്യകരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ദൈവങ്ങളെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടായി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ വിനീതർക്ക് ദൈവം, അപ്പൊ നമ്മളെ ഹംബിൾ ആക്കാനുള്ള ഒരു മെത്തേഡാണ്, ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു വഴിയാണ് ഫാസ്റ്റിംഗ്. അത് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ അല്ല, ഗോള് ഹ്യൂമിലിറ്റിയാണ്. അപ്പൊ നമുക്ക് ഹ്യൂമിലിറ്റി ഉള്ളവർക്ക് ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയറിന്റെ ആവശ്യമില്ല. ഹു ക്യാൻ സേ ഐ ആം ഹംബിൾ? അതിന് പറയാൻ പറ്റുമോ ഞാൻ ഹംബിളാണ്? ഞാൻ ഹംബിളാന്ന് പറയുന്നവൻ ഹംബിൾ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഹംബിളാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പൊ ഈ ഭക്ഷണത്തിലൂടെ ഒരു ടെസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ദാനിയേലിനെ ടെസ്റ്റ് ചെയ്തു. ദെൻ അതെ, ഏശാവ് എന്താ പറയുന്നത്? ഏശാവ് പറയുന്നത് എല്ലാവരും ഒന്നും അറിയണ്ട. ഏശാവ് എന്ന് വന്നപ്പോ ഏശാവ് പറയാ, ഇനിയിപ്പോ ഈ ഭക്ഷണം കഴിക്കാതെ ഈ ഫസ്റ്റ് ബോൺ റൈറ്റ് കീപ്പ് ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ മരിച്ചു കഴിഞ്ഞതുകൊണ്ട് എന്താ കാര്യം? അപ്പം ഏശാവിന്റെ മെന്റൽ സ്റ്റേറ്റ് എന്തായിരുന്നു? ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലേ മരിച്ചു പോകുന്നുള്ളതായിരുന്നു. അങ്ങനെ ജീവിക്കുന്ന ക്രിസ്ത്യ വിശ്വാസികളുണ്ട്. ഒരു നേരം പോലും ഭക്ഷണം മുടക്കാതെ ജീവിക്കുന്ന ക്രിസ്ത്യ വിശ്വാസികളുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ഫോളോവേഴ്സ് ഓഫ് ഏശാവിന്റെ പിൻഗാമികൾ. അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചില്ലേ ആകെ അവശതയാവുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരെന്നോ ചിന്തിച്ചു നോക്കുക. കർത്താവ് ഉപസിച്ചു, അപ്പോസ്തലന്മാർ ഉപസിച്ചു. അപ്പൊ ഏശാവിനെ കുറിച്ച് എഴുതിയേക്കുന്നത് നമ്മൾ അറിയേണ്ട ഈ ഹീബ്രൂസ് 12:17 ഹീബ്രൂസ് 12:17 ഒന്ന് വായിക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ പിന്നീട് ഒരു സെന്റൻസ് മുമ്പ് 16 ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ ജന്മാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ ആരും അധാർമികനോ ലൗകികനോ ആകാതിരിക്കട്ടെ. നിങ്ങൾക്കറിയാവുന്നതുപോലെ പിന്നീട് ആ അനുഗ്രഹം അവകാശമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അയാൾ പുറന്തള്ളപ്പെട്ടു. കണ്ണീരോടെ ആഗ്രഹിച്ചിട്ടും അയാൾക്ക് അനുദപിക്കാൻ അവസരം കിട്ടിയില്ല. 17 സെന്റൻസ് ഇംഗ്ലീഷിൽ. For you know that afterward, when he wanted to inherit the blessing, he was rejected, for he found no place for repentance. Though he sought it diligently, he could not repent. ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഭക്ഷണത്തോടുള്ള അല്ലെങ്കിൽ മെന്റൽ സ്റ്റേറ്റ്. അതായത് ജന്മാവകാശത്തെക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് കരുതി? ജന്മാവകാശം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൺ റൈറ്റ് എന്ന് പറയുന്നത് അത് ദൈവാനുഗ്രഹം. കാരണം ആർക്കും ഫസ്റ്റ് ബോൺ ആകാൻ പറ്റത്തില്ല, ദൈവം കൊടുക്കുന്ന ഓരോരുത്തർ.
അപ്പൊ ഫസ്റ്റ് ബോൺ റൈറ്റിന് അല്ലെ ദൈവാനുഗ്രഹത്തിന് ഒരു വിലയും കൊടുത്തില്ല, അതിനേക്കാൾ വില എന്തിനു കൊടുത്തു? ഭക്ഷണം എന്നുള്ളതല്ല, ടെമ്പറൽ തിങ്സ്. അപ്പം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉപവസിക്കില്ല, പ്രാർത്ഥിക്കില്ല, ഉപവാസ പ്രാർത്ഥനയില്ല, അല്ലെങ്കിൽ പേഴ്സണൽ കൂടി വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല, പേഴ്സണൽ ലൈഫിൽ യു ഷുഡ് ഹാവ് ദി പേഴ്സണൽ ഡിസിപ്ലിൻ ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. അപ്പൊ അതൊന്നും ഇല്ലാത്ത ആൾക്കാരെന്ന് പറയുന്ന യേശാവിനെ പോലെയുള്ളവർ, അവര് എന്താ പറയുന്നത്, പിന്നീട് നന്നാകാൻ ആഗ്രഹിച്ചപ്പോൾ യേശാവിന് അതിന് അവസരം കിട്ടിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വൈ വി ആർ ഫാസ്റ്റിംഗ്, ഇറ്റ് ഈസ് ബിക്കോസ് വൺ വേർഡ് ആൻസർ ഇസ് ബിക്കോസ് ലോർഡ് കമാൻഡഡ്, അപ്പോസ്റ്റൽസ് പ്രാക്ടീസ്ഡ്. അതിന്റെ അനുഗ്രഹങ്ങൾ അനവധിയുണ്ട്. ദെൻ ഈ ഒരു കാര്യം കൊണ്ട് എഴുതിയാൽ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കരുതെന്നല്ല. നമുക്ക് ബൈബിളിലെ ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ് ഫുൾ ഓഫ് എക്സാമ്പിൾസ്. ഇപ്പോൾ എസ്തർ, അവർക്ക് ഒരു എക്സ്റ്റിങ്ഷൻ, ജ്യൂസിനെ കൊന്നൊടുക്കുന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ ദേ ഫാസ്റ്റഡ് ആൻഡ് പ്രേഡ് ഫോർ 3 days. ദെൻ എസ്ര നമ്മളിപ്പോൾ വായിച്ചു. ദെൻ പിന്നെ ആരാ പിന്നെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു? പിന്നീട് ദാവീദിന്റെ കൊച്ചിന് അസുഖം വന്നപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, അല്ലേ? ദാവീദിന്റെ കൊച്ചിന് അസുഖം വന്നപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു, ദാവീദിന്റെ കൊച്ചു മരിച്ചുപോയി. അങ്ങനെ ഉപവാസ പ്രാർത്ഥന വരും. വൈ? അതായത് ഈ നമ്മൾ ആബ്സ്റ്റെയിൻ ഫ്രം ഫുഡ് കൊണ്ട് ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതായത് നമ്മുടെ ജീവിതം ദൈവത്തിന് സ്വീകാര്യമാണെങ്കിലേ ഫാസ്റ്റിങ്ങിന് ദൈവം അപ്രൂവ് ചെയ്യത്തുള്ളൂ. ഇനി ഇന്നലെ ആരാ ഒരു സംശയം ചോദിച്ചു, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിക്കാൻ പറ്റുമോ? ദാറ്റ്സ് എ സ്ട്രെയിൻ ക്വസ്റ്റ്യൻ. കാരണം അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അല്ല ഉപവാസം. അതായത് ക്യാൻ യു ഫാസ്റ്റ് ബൈ ഈറ്റിംഗ് ഫുഡ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആബ്സ്റ്റിനേഷൻ ഫ്രം ഫുഡാ. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. യുവർ ലൈഫ് മസ്റ്റ് ബി അക്കോർഡിംഗ് ടു സ്ക്രിപ്ചർ. ഐസയ 58 ഒരു ചാപ്റ്റർ തന്നെ എഴുതിയിട്ടുണ്ട് ഫുൾ ഉപവാസത്തെ കുറിച്ച്. അതിനകത്ത് എഴുതിയേക്കുന്ന പട്ടിണി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് ദൈവം അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്, അതിന് ചിന്തിക്കുന്നില്ല. അതായത് ദരിദ്രരോടുള്ള കരുണ, അതായത് പോയിന്റിങ് ഫിംഗർ ടു അതേഴ്സ്, അതായത് വചനം അനുസരിച്ചുള്ള ഒരു ജീവിതം ഇല്ലാതെ ഉപവസിച്ചുകൊണ്ട് അത് പട്ടിണി കിടക്കലാവും. അതുകൊണ്ട് ഇറ്റ്സ് ഓഫ് നോ യൂസ്. അറ്റ് ദി സെയിം ടൈം വചനം അനുസരിച്ച് ജീവിച്ചതുകൊണ്ട് അത് ഉപവാസമാകത്തില്ല. ഉപവാസം ഭക്ഷണത്തെ വർജിച്ചേ പറ്റൂ. ദെൻ ഗോയിങ് ടു ലെവിറ്റിക്കസ് 23 എടുക്കുമ്പോൾ, അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, ഐ തിങ്ക് ഓൾഡ് ഇന്ത്യൻസ് വേർഷനിലുള്ളതാണ്. ലെവിറ്റിക്കസ് 23 ഈ 7-ാം മാസം 10-ാം ദിവസം എന്താ അവരുടെ മഹാപാപ പരിഹാര ദിനമാണ്. അതാണ് ആണ്ടിലൊരിക്കൽ പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്ന ദിവസം. ദാറ്റ് ഡേ വാസ് എ ഡേ ഓഫ് ഫാസ്റ്റിംഗ്. അതിൽ എഴുതിയിരിക്കുന്ന വേർഡ് 23:27 ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ വായിക്കും. Also the 10th day of the 7th month shall be the day of atonement. It shall be a holy convocation. For you shall afflict your souls. Yeah, you shall afflict your soul. അതായത് ഈ സോളിഷ് ഡിസൈഴ്സ് ആണ് നമ്മുടെ ഈ എല്ലാ ജഡത്തിന്റെ ചിന്തകളും. അപ്പോ അതിനോട് നോ പറയാനുള്ള, യു ഷാൽ അഫ്ലിക്റ്റ് യുവർ സോൾ. അതായത് എന്താ കർത്താവ് പറഞ്ഞില്ല, നിന്റെ കൈ നിനക്ക് പാപത്തിന് കാരണമാകുന്ന കൈ വെട്ടിക്കളയാൻ പറഞ്ഞ പോലെ എ വാർഫെയർ അഗൻസ്റ്റ് ഫ്ലഷ്ലി ഡിസൈഴ്സിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഈ ഫാസ്റ്റിങ്ങിലൂടെ അല്ല അച്ചീവ് ചെയ്യുന്നത്. പ്രയർ ആൻഡ് ഫാസ്റ്റിംഗ് വിൽ ഗീവ് യു എ ടൈം ടു സീക്ക് ഫ്രം ദി ലോർഡ്, കോൺസെൻട്രേറ്റ് യുവർ മൈൻഡ് ഓൺ ദി ലോർഡ്, സെറ്റ് അപ്പാർട്ട് യുവർ ലൈഫ് ഫോർ ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ജെറമിയ 14:11 വായിക്കുമ്പോൾ, അതോടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രം അർപ്പിക്കാൻ അല്പസമയം. ജെറമിയ 14:11 വായിക്കുമ്പോൾ, കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ ജനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. അവർ ഉപവസിച്ചാലും ഞാൻ അവരുടെ നിലവിളി കേൾക്കില്ല. സോ അതിന് വേറൊരു മെസ്സേജ് ഉണ്ട്. അവർ ഉപവസിച്ചാലും ഞാൻ കേൾക്കില്ല മീൻസ് there is a tendency from the side of the Lord to hear when you are fasting. അല്ലേ? ഉപവസിച്ചാൽ കേൾക്കും എന്നുകൂടി ഒരു മെസ്സേജ് അതിനകത്തുണ്ട്. ഇല്ലേ? തീർച്ചയായിട്ടും ഇല്ലേ? ഉപവസിച്ചാൽ ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ഉപവസിക്കുമ്പോൾ കർത്താവ് ഉത്തരം കൊടുത്തിട്ടുണ്ട്. എസ്തറിന്റെ സമയത്ത് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ദാവീദിന് ഉത്തരം കൊടുത്തില്ല. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഉപവസിച്ചാലൊന്നും ദൈവത്തിനൊന്നും കിട്ടത്തില്ല. ഈ Psalm 66:18 വായിക്കുമ്പോൾ, അതായത് വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈസ് യുവർ ലൈഫ്. അതുകൊണ്ട് അത് ഉപവാസമാകത്തില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവസിക്കാൻ പറ്റത്തില്ല. ഭക്ഷണത്തെ
ആബ്സ്റ്റെയിൻ ചെയ്തേ പറ്റൂ. അതായത് നമുക്ക് ഭക്ഷണത്തെക്കാൾ ഇമ്പോർട്ടന്റ് ദൈവത്തിന്റെ വചനം ആണ് എന്നുള്ളൊരു ഡിക്ലറേഷൻ കൂടിയാ. വായിക്കോ. എന്റെ ഹൃദയത്തിൽ ഞാൻ അപരാധം വെച്ച് പുലർത്തിയിരുന്നെങ്കിൽ കർത്താവ് എന്നെ ചെവിക്കൊള്ളുമായിരുന്നില്ല. അതെ, അത് നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഹൃദയം ശരിയല്ലെങ്കിൽ ഉപവസിച്ചിട്ട് കാര്യമില്ല. അപ്പോഴാണ് ഈ ആൾക്കാർ പറയുന്ന പോലെ അത് ശരീരത്തിന് ദൂഷ്യമായിട്ട് തീരും, ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാത്ത ഉപവാസമായി തീരും. അപ്പം ഹൃദയത്തിൽ അകൃത്യം വെച്ചുകൊണ്ട് ഉപവസിച്ചിട്ട് കാര്യമില്ല. ബട്ട് ഇറ്റ് ഈസ് കമാൻഡഡ് ആൻഡ് ഇറ്റ്സ് ആൻ അപ്പോസ്റ്റോളിക് പ്രാക്ടീസ്. കർത്താവിന് ഇപ്പൊ സമയം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ